പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ കാണുക. ആ കാഴ്ചയിൽ എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ കാണുന്നത് നമ്മുടെ സഹകരണ മന്ദിരത്തിൻ്റെ പുറകിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സഹകരണ മന്ദിരത്തിൻ്റെ പുറകിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഗുരുസ്ഥാനീയ നമ്മുടെ സദ്ഗുരു അഭിവന്ദ്യ ശിഷ്യപൂജിത ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ ശിഷ്യപൂജിത ഇങ്ങനെ നടന്നു വരുന്നു. അത് എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ജെന്നി ഇങ്ങനെ നടന്ന് സഹകരണ മന്ദിരത്തിൻ്റെ ബാക്കിൽ കൂടെ പുറത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഗുരു ഇങ്ങനെ നടന്ന് അതിലേക്ക് ഇറങ്ങി തിരിച്ച് വീണ്ടും ഈ വന്ന സ്ഥലത്തേക്ക് നടന്നു വരുമ്പോൾ ഞാൻ കാണുന്നത് ശിഷ്യപൂജിതയല്ല, ഗുരുവാണ് ശിഷ്യപൂജിതയ്ക്ക് പകരം അവിടെ നടന്നു വരുന്നത്. അപ്പോൾ സെയിം രൂപമാണ്, പക്ഷെ മുഖം ഗുരുവിൻ്റെയാണ്. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു, അയ്യോ ഇത് അപ്പ അല്ലേ എന്ന് ഞാനിങ്ങനെ ചോദിക്കും. ഞാൻ അപ്പ എന്നാണ് ഗുരുവിനെ വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് അപ്പ അല്ലേ, ജനനി അല്ലെങ്കിൽ ഇത് അപ്പ ആണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായത് ഇത് ശിഷ്യന് ഗുരുവിൽ വരും പരം ഐക്യം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഐക്യം അവിടെ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ശിഷ്യപൂജിത ഗുരുവിൽ ലയിച്ചു നിൽക്കുന്നു എന്ന് എനിക്ക് സത്യത്തിൽ ആദ്യമായിട്ടൊരു അനുഭവം ഉണ്ടായതാണ് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ വരുമ്പോൾ ഗുരുവിനെ ഇങ്ങനെ കണ്ടതും ഞാൻ അപ്പാന്ന് പറഞ്ഞ് ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഗുരുവിനെ വിളിക്കുന്ന പോലെ വിളിച്ച് ഭയങ്കര സന്തോഷം പ്രകടിപ്പിച്ചപ്പോൾ ഗുരു എൻ്റെ അടുത്ത് വന്നിട്ട്, കൊച്ചു പിള്ളേരെ പണ്ട് ഗുരു കളിപ്പിക്കുന്ന അങ്ങനെയാ, ഇങ്ങനെ ആഹാ എന്നൊക്കെ പറഞ്ഞ് ഗുരു ഇങ്ങനെ നമ്മളിങ്ങനെ ചാടിക്കുന്ന ഒരു അങ്ങനെ ഗുരു ഇങ്ങനെ കളിപ്പിക്കും. അതുപോലെ എൻ്റെ അടുത്ത് ആസ എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ച് ഗുരു ഇങ്ങനെ ചിരിച്ച് നടന്നങ്ങ് പോയി. അത് കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ഞാൻ ഒരു ജനക്കൂട്ടത്തിനിടയ്ക്ക് ഞാനിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഇങ്ങനെ വരുവാണ്, യേശു ഇങ്ങനെ നടന്നു വരുന്നു. എല്ലാവരും യേശുവിനെ കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ യേശു ഇങ്ങനെ നടന്നു വരുമ്പോൾ യേശുവിൻ്റെ ഡ്രസ്സൊക്കെ നല്ല ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് നമ്മൾ ഇന്ന് കാണുന്ന ആ ഒരു വൈറ്റും റെഡും അല്ല എന്ന് മാത്രം, സാൻഡൽ കളറിലെ ഡ്രസ്സും കോഫി ബ്രൗണിലെ ഷോളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല ഹൈറ്റും അങ്ങനെയാണ് ഞാൻ കാണുന്നത് കേട്ടോ. നല്ല മെലിഞ്ഞ് ഹൈറ്റുള്ള നല്ലൊരു രൂപം ഇങ്ങനെ നടന്നു വരുന്നു. എന്നിട്ട് കണ്ണുകളെന്നൊക്കെ പറഞ്ഞാൽ അതിന് കണ്ണുകളാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട്. നല്ല ഇങ്ങനെ തിളങ്ങുന്ന കണ്ണുകൾ, ഒരു എന്താ പറയുക, ഒരു യെല്ലോയിഷ് ഗോൾഡൻ കളറിലെ ഒരു ഗ്ലോ ആ കണ്ണിലുണ്ട്. ഇങ്ങനെ തിളങ്ങുന്നു, മുടി താടി എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നടന്നിങ്ങനെ വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ എന്നെ കണ്ട ഉടനെ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ യേശുവിൻ്റെ ചേർന്ന് നിന്ന് ഞാൻ ഇങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചിട്ട് അങ്ങ് പോകും. അപ്പം ഈ ഒരു കാഴ്ച ഞാനിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ ഉണർന്നപ്പോൾ, അയ്യോ ഒരു സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ ഞാനിത് എന്ത് ചെയ്യായിരുന്നു, ഇപ്പോൾ ഇത് റിയൽ അല്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച അത്ഭുതം.